തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിൽ. വെൺപകൽ സ്വദേശി അക്ഷയ്, മണലൂർ സ്വദേശി അക്ബർ റംസി എന്നിവരാണ് പിടിയിലായത്. ഒളിവിൽ കഴിയുകയായിരുന്ന ഇരുവരെയും പൂവാറിൽ നിന്നാണ് കണ്ടെത്തിയത്. സുനിഷ അയ്യല്ലൂർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുനിഷ, എങ്ങനെ പിടികൂടാനായി ഈ പ്രതികളെ? ആര്യ, പൂവാറിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ ഇന്നാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അനന്തുവിനെ ഒരു സുഹൃത്ത് ബൈക്കിൽ കയറ്റി ഒരു വീട്ടിലേക്ക്, ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സുഹൃത്തുക്കൾ മർദ്ദിക്കുകയുമായിരുന്നു. പിന്നാലെ തന്നെ ഈ പാതി മീശ വടിച്ചു കളയുകയും തലമുടി വെട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം കൂടി ഈ ഭിന്നശേഷിക്കാരനോട് കാണിച്ചു എന്നുള്ളതാണ്. പിന്നാലെ തന്നെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. CCTV കേന്ദ്രീകരിച്ച് അടക്കമുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് പൂവാറിൽ ഒളിവിൽ കഴിയുകയായിരുന്ന 2 പേരെ, അക്ഷയ് റംസി എന്നീ 2 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും അന്ന് ഈ അനന്തുവിനെ ബൈക്കിൽ കൊണ്ടുപോയ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ആര് എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ആ സുഹൃത്തിനെയും ഒപ്പം മർദ്ദിച്ച കൂട്ടത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇവർ 2 പേരും നിലവിൽ ഒളിവിൽ കഴിയുകയാണ്. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ കൂടി പിടികൂടിയാൽ മാത്രമേ എന്ത് കാര്യത്തിനാണ് ഇത്തരത്തിൽ ഈ ഭിന്നശേഷിക്കാരനെ കൊണ്ടുപോയത്, ഈ ബൈക്കിൽ കൊണ്ടുപോയി മർദ്ദിക്കാനുണ്ടായ കാരണം എന്ത് എന്ന് മനസ്സിലാകണമെങ്കിൽ കൂടുതൽ ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ബൈക്കിൽ വിളിച്ചു കൊണ്ടുപോയ ആ സുഹൃത്തിനെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ 2 സുഹൃത്തുക്കളെ പിടികൂടിയതിന് ഒരു സാഹചര്യത്തിൽ ഇവരെ ചോദ്യം ചെയ്തതോടുകൂടി മറ്റ് പ്രതികളിലേക്ക് കൂടി എത്താൻ കഴിയുമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. നിലവിൽ 2 പ്രതികളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആര്യ, ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിശദമായ വിവരങ്ങൾ തിരുവനന്തപുരത്ത്